നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്നേ ദിവസം ശിവരാത്രിയാണ്. ഇന്നേ ദിവസം ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് പറയുന്ന ഈ പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല. ഇന്നിപ്പോൾ നമ്മൾ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ പോകുന്നത്. വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. 13 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായിരിക്കും. കടങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ അലട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു തുടങ്ങുന്ന സമയമാണ്. ഈ 13 നക്ഷത്രക്കാരിൽ ജനിച്ചിട്ടുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വളരെ വലിയ വിജയങ്ങളുടെയും ഒരു സമയമാണ്. ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലെ ഏത് വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഉറപ്പായും വളരെയേറെ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക, കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളുമാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഏതായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് വലിയ ആഗ്രഹങ്ങളായാലും ശരി നമുക്ക് ഈ ഒരു പൂജ കൊണ്ട് നടന്നു കിട്ടുന്നതായിരിക്കും. പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക, ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങളുടെ ദുരിതങ്ങളും സങ്കടങ്ങളെല്ലാം വിട്ടൊഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും അവരവരുടെ കുടുംബങ്ങളിൽ ദിനവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്ത് വളരെയേറെ ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകുന്നതാണ്. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിത ഉയർച്ചകളും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇത് തന്നെ ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വളരെയേറെ ഭാഗ്യങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകരുടെ ഒന്നാമതായിട്ടുള്ള നക്ഷത്രക്കാർ അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾക്കുറപ്പായും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. വിവാഹമെന്ന ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉറപ്പായും നടന്നു കിട്ടുന്നൊരു സമയമാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതായത് ശിവരാത്രി മുതൽ വരുന്ന അടുത്ത ശിവരാത്രി വരെയുള്ള സമയങ്ങളിൽ ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും നിങ്ങളിൽ ഉണ്ടാകുന്നത് തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു കൊല്ലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറിക്കിട്ടും. നിങ്ങൾക്ക് വലിയ കടങ്ങൾ, അതായത് നിങ്ങൾക്ക് വീട്ടുവാൻ കഴിയില്ലാത്തെന്ന് നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുന്നിടത്തോളമുള്ള വലിയ കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് വീട്ടുവാൻ കഴിയുന്നതായിരിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതൊരു തുടർച്ചയായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഈശ്വരനെ പൂർണ്ണമായും വിളിച്ചപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബസമേതം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ ദൈവത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നോ അത്രത്തോളം മാറ്റങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഓരോ കുടുംബങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. വലിയ തോതിലുള്ള സൗഭാഗ്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ്. വരുന്ന ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രി വരെയുള്ള സമയങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ പോലും മനസ്സിലെ അല്ലെങ്കിൽ മനസ്സിൽ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്ന സമയമാണ്. ഏത് മേഖല എടുത്തു നോക്കിയാലും അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയിക്കുവാനും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നൊരു സമയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ധാരാളം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന സമയമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ പൂർണ്ണമായും അകന്നു നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്കിനി അങ്ങോട്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ഉള്ള സമയമാണ്.
അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. മനസ്സിലെ മടികളും മനസ്സിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ എടുത്ത് മാറ്റി വെക്കുക. ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുക, പൂർണ്ണമായും ഈശ്വരനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിരാവിലെ കുളിച്ച് വൃത്തിയായിട്ട് കുടുംബത്ത് വിളക്ക് തെളിയിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഏതാണോ അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. ഉറപ്പായും നിങ്ങൾക്ക് ഏത് വലിയ തടസ്സങ്ങളെയും ഏത് വലിയ പ്രതിസന്ധികളെയും അതിജീവിച്ച് വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും വലിയ മാറ്റങ്ങളും ഉണ്ടാക്കുവാൻ പോകുന്ന സമയമൊക്കെയാണ്. അതായത് ഇന്ന് നിങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അടുത്തൊരു വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഈശ്വര ചൈതന്യങ്ങളും വലിയ തോതിലുള്ള മാറ്റങ്ങളുമാണ്. ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടു കൂടി തന്നെ നമ്മളിൽ ഈശ്വരനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈശ്വരനിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതോടു കൂടി തന്നെ, അത് ഭക്തി കൂടുന്നതോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അത് വലിയ തോതിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഈശ്വരൻ നിങ്ങൾ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം നിങ്ങളൊരു പ്രവൃത്തി ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈശ്വരകോപം വരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി മാറ്റങ്ങളാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വരുന്ന ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് സമ്പത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പടിപടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. വിദേശത്ത് നല്ല തൊഴിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. വലിയ തോതിലുള്ള ഐശ്വര്യവും വലിയ തോതിലുള്ള മാറ്റവും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും ഈശ്വര അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്നും മോചനം ഉണ്ടാകുന്നു. ബിസിനസ് തകർച്ചയിൽ നിന്നും നേട്ടത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ കഴിഞ്ഞുപോയ സമയത്തെ എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും മാറി ഇനി അങ്ങോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ വലിയ സന്തോഷങ്ങളും വലിയ വിജയങ്ങളുമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ വലിയ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട്. ഐക്യതയില്ലായ്മ, അല്ലെങ്കിൽ മക്കൾ വിവാഹം കഴിച്ചു വിട്ട വീടുകളിലെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം മാറി നല്ല സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാൻ കഴിയുന്നതായിരിക്കും. ആ കുടുംബത്തെ എല്ലാ പ്രശ്നങ്ങളും മാറും. രണ്ട് കുടുംബങ്ങളിലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി വലിയ ഒത്തൊരുമയോട് കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഈശ്വരൻ തുറന്നു തരുന്നതായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായും ഈശ്വരനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ മനസ്സിലെ ഏത് വലിയ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നൊരു സമയം കൂടിയാണ്. അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചകളും വരുന്ന ഒരു വർഷക്കാലം നിങ്ങളെ തേടി വരുന്ന സമയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ധാരാളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വാഹനം മേടിക്കുവാൻ കഴിയുന്ന സമയമാണ്. വിവാഹം നടക്കുന്ന സമയമാണ്. വലിയ തോതിലുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളെ കളിയാക്കിയവരുടെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം തലയുയർത്തി നിൽക്കുവാൻ കഴിയുന്ന സമയമാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും എല്ലാവിധമായിട്ടുള്ള ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധിയും ധനൈശ്വര്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈശ്വരനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകർക്കും സ്വപ്നതുല്യമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പൂയം നക്ഷത്രക്കാർ ഉറപ്പായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ പോകുക. അത് തിങ്കളാഴ്ച ദിവസമാണ് പോകുവാൻ കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ, നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന എന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ, ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഹാദേവന് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നിങ്ങൾ ആ ക്ഷേത്രത്തിൽ നടത്തുക. ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് അർപ്പിക്കുക. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ ദൈവത്തിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രതിസന്ധികളെല്ലാം ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തരണമേ എന്ന് എൻ്റെ മഹാദേവനോട് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ആ മാറ്റത്തിന് ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും മഹാദേവൻ നിങ്ങളെ കൈവിടുകയില്ല. ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സമ്പന്നതയുടെ നെറുകയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ്. ഊഹക്കച്ചവടങ്ങളിൽ ധാരാളം സമ്പത്ത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. പ്രതിസന്ധികളും പ്രയാസങ്ങളും അകന്ന് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. ബിസിനസ്സിലെ പരാജയങ്ങളിൽ നിന്ന് നേട്ടത്തിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപക്ഷേ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വളരെയധികം ദാരിദ്ര്യാവസ്ഥയിലും വളരെയധികം പ്രതിസന്ധിയിലുമായിരിക്കാം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം നിൽക്കുന്നത്. വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് ഇതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തൊരു വർഷക്കാലം
ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. സമ്പത്തും സൗഭാഗ്യങ്ങളും വീടുകളായിക്കൊള്ളട്ടെ, കാറായിക്കൊള്ളട്ടെ, വസ്തുവകകളായിക്കൊള്ളട്ടെ, എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും കോരിച്ചൊരിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. പൂർണ്ണതും ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതോടെ നിങ്ങൾക്ക് വലിയ വിജയങ്ങളും വലിയ ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിറവേറിക്കിട്ടുന്ന ഒരു സമയമാണ്. ദുരിതങ്ങളൊക്കെ അവസാനിച്ച് വലിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്ന സമയമൊക്കെയാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും മകം നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്ന ഒരു വർഷക്കാലം ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത പൂരം നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്കും വലിയ തോതിലുള്ള സമ്പന്നതയും ഈശ്വര ചൈതന്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സമയമാണ്. അതുകൊണ്ട് കീർത്തി വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ ചൈതന്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതായിരിക്കും. ആ കുടുംബത്തിൽ ഇപ്പോൾ നിൽക്കുന്ന കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് ആ കുടുംബത്തിൽ വളരെയധികം സമാധാനവും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഈശ്വരൻ്റെ പ്രീതി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും വർദ്ധിക്കുന്നതായിരിക്കും. ചൈതന്യം വർദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ വിളക്ക് തെളിയിക്കുക, അതിരാവിലെ ഉറക്കം എഴുന്നേൽക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അകന്നുള്ള ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത്. ഇന്നിവിടെ പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരും. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വരുവാനും സമ്പന്നനായി തീരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഓരോ നിമിഷവും കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുക. അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോവുക. നിങ്ങളുടെ കുടുംബത്തിൽ അതിരാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുക കുടുംബത്ത്. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ ഈശ്വര ചൈതന്യം നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുകയും വലിയ തോതിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് ആർജിക്കുവാനും കുടുംബത്ത് സമാധാനവും ഐക്യതയും ആരോഗ്യവും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഈശ്വരൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയമാണ്. ഈശ്വരൻ്റെ ചൈതന്യം ഈ നിമിഷം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ മഹാദേവൻ്റെ ചൈതന്യത്താലാണ്. അതുകൊണ്ട് തന്നെ മഹാദേവ പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കുടുംബസമേതം മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും മഹാദേവൻ്റെ ഒരു ഐശ്വര്യവും ചൈതന്യവും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യത്താലും ജീവിത ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വളരെയേറെ ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സമയമാണ്. നിങ്ങളത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഒരു കാരണവശാലും ഈശ്വര കോപം വരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുക. അതൊരു ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, അതായാൽ പോലും നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ ഈശ്വരൻ്റെ കോപം വരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുക. പൂർണ്ണതും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിതത്തിൽ വലിയ നേട്ടത്തിലായിട്ടും എത്തിച്ചേരുന്നൊരു സമയമാണ്. ഉറപ്പായും ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 13 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ നിറവേറാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം കൊണ്ട് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കങ്ങളും കുടുംബൈശ്വര്യങ്ങളും വർദ്ധിക്കുന്ന സമയമാണ്. ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചു കൊടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. സമ്പന്നതയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നൊരു സാഹചര്യങ്ങളാണ് ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.